മനസ്സിൽ സന്തോഷമുള്ളവരുടെ സംസാരം കേട്ട് എനിക്കറിയാം. സാറിന് സന്തോഷാണോ അതോ എന്തെങ്കിലും വിഷമമുണ്ടോ? എൻ്റെ ശബ്ദം കേട്ടിട്ട് എന്ത് തോന്നുന്നു ഇനി വിളിക്കുമ്പോൾ താൻ പറയണം. ഓക്കെ കൃഷ്ണ? മോളെല്ലാം സഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കെന്താ? എന്നാലും എൻ്റെ മോളെ ഇങ്ങനൊരു അവസ്ഥയിൽ സഹിക്കാൻ പറ്റാത്ത കാഴ്ച. ശാന്തി, ഹോസ്പിറ്റലിൽ നിന്ന് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട. അസുഖം എന്തെങ്കിലും വന്നാ കഞ്ഞിയും പുഴുക്കും മാത്ര കൃഷ്ണയ്ക്ക് ഇഷ്ടം. പിന്നെ അതുണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അല്ല, എന്താ നീ നോക്കുന്നേ? പുഴുക്ക് വേണ്ടേ? കഞ്ഞി മാത്രം മതിയോ? അമ്മേ, കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഉണ്ടാക്കാവൂ കേട്ടോ. കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാലേ കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം. അതാ മോളിക്കുട്ടി, കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ളതെന്ന് നീ എടുത്തെടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നേ? അതെ, അമ്മയുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാ. ഒരു ദിവസമേ ഞാനൊന്ന് സുഖമില്ലാതെ അമ്മയുടെ മുമ്പിൽ ചെന്നപ്പോഴേ ഒരു മേശപ്പുറം നിറയെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. അല്ല, അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലേ എന്റെ പാവം കൃഷ്ണ പെട്ടുപോവും. ഇവൾ ഈ കിടപ്പ് കിടക്കേണ്ട ആളല്ലല്ലോ. മോളെ ഒരു മിനിറ്റ്. ആ കുമാരേ, എന്താ? ആ അതെ, ആ എടി, എനിക്ക് നിന്റെ കഞ്ഞിയും വേണ്ട, ഒരു പുഴുക്കും വേണ്ട. എനിക്ക് മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം. അടങ്ങി അവിടെ ഇരുന്നോ. വീൽ ചെയറിൽ ഇരുന്നിട്ടേ നീ ഗാഥാ ശ്രീനിവാസൻ കളിക്കാൻ നോക്കണ്ട. അമ്മ പോയി കഞ്ഞി ഉണ്ടാക്കിയേ. വേണമെങ്കിലേ ഇത്തിരി പുഴുക്കം ഉണ്ടാക്കിക്കോ, അവളെ കഴിച്ചോളും. നീയേ കൃഷ്ണയെ കൊല്ലാൻ വന്നവളല്ലേ? നിന്നെ എങ്ങനെയാ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് നോക്കിക്കും. അമ്മളെ, എന്താ മമ്മി എന്നെ വിളിക്കാത്തത്? അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും എന്താ അയക്കാത്തെ? കാര്യങ്ങൾ നിനക്ക് അറിയാവുന്നല്ലേ മോളെ. മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാ. മോക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഡിസ്ചാർജ് ചെയ്തു. ഞാനിപ്പോ ദേ ആ അനിയ സാറിന്റെ വീട്ടിലാ. അയാൾ എന്നോട് നല്ല സ്നേഹത്തിലൊക്കെ തന്നെ പെരുമാറുന്ന ഒരു മോളെ പോലെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവളുണ്ടല്ലോ, ആ മോളിക്കുട്ടി, കൃഷ്ണയ്ക്ക് വേണ്ടി എന്റെ അടുത്ത് പ്രതികാരം ചെയ്യാനുള്ള അവസ്ഥയിലാ. പിന്നെ മമ്മിയെ ചതിച്ച ആ ശാന്തിയില്ലേ, കൂട്ടിന് അവരുണ്ട്. ഞാൻ കിടപ്പിലായതുകൊണ്ടാ മമ്മി, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയനെ. തൽക്കാലം മോള് കുഴപ്പമൊന്നും കാണിക്കരുത്. മമ്മി, ഇവിടെ കിടന്ന് ഞാൻ ചാവും. എന്നെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ മമ്മി ഇങ്ങോട്ട് വരണം. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ. ഗാഥ, അതെങ്ങനെയാ മോളെ? എനിക്കതൊന്നും അറിയില്ല. എനിക്കിവിടെ കിടക്കാനൊന്നും പറ്റില്ല. എനിക്ക് മമ്മിയുടെ അടുത്തേക്ക് എന്നെ വരണം. മമ്മിക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ വന്നേ പറ്റൂ. സിനി, പെട്ടെന്ന് റെഡിയാവാ. നമ്മള് ഗാഥമോളുടെ അടുത്തേക്ക് പോവാ. ഹോസ്പിറ്റലിലേക്കോ? അല്ല, അവൾ അവിടെ നിന്ന് ഡിസ്ചാർജായി. ഇപ്പൊ ശ്രീനിവാസിന്റെ വീട്ടിലുണ്ട്. അവിടേക്ക് നമ്മൾ എങ്ങനെ പോകും മാം? വീണ്ടും ഒരിക്കൽ കൂടി മാം അയാളുടെ മുമ്പിൽ എത്തിയാല് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ. പക്ഷെ എന്റെ ഗാഥമോളുടെ കരച്ചിന് മുന്നിൽ എനിക്കത് മറന്നേ പറ്റൂ. അവക്കെന്നെ കാണണം, എന്റെ കൂടെ ഇങ്ങോട്ട് പോരണം. ഇത്രയും കാലം ഞാൻ അവളെ വളർത്തിയത് ആരുടെയും കൂടെ ഔദാര്യം തേടി കിടക്കാനല്ല. എനിക്ക് മനസ്സിലായി മാം. പക്ഷെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? എനിക്കിനി ആലോചിക്കണമൊന്നും ഇല്ല സിനി. എനിക്ക് അവളെ അവിടുന്ന് രക്ഷിച്ചേ പറ്റൂ. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്.
കൃഷ്ണേ 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 എന്താ സുനിതേച്ചി? ദേ വേണ്ടപ്പെട്ട ആരോ വിളിക്കുന്നുണ്ട്. വേണ്ടപ്പെട്ടവരോ? വേണ്ടപ്പെട്ടവരാണെങ്കി സുനന്ദേച്ചിക്ക് അറിയാതിരിക്കോ? അറിയാവുന്നോണ്ടല്ലേ പറഞ്ഞേ, വളരെ വേണ്ടപ്പെട്ട ആളാ. സംസാരിക്ക്. സംസാരിച്ചോ. അതിനെന്താ ഇത്ര നാണിക്കാനായിട്ട്? ഏയ്, ആർക്ക് നാണം? അച്ഛനോട് പറയാൻ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നതായിരിക്കും. അതെ അതെ, അത്രേ ഉണ്ടാവൂ. എടുത്തോ, ഞാൻ മാറി തന്നേക്കാം. സുനന്ദേച്ചി, നീ സംസാരിക്കും. ഹലോ. കൃഷ്ണ, എന്തോ എന്തിട്ട് നവീൻ? അല്ല, പെട്ടെന്ന് പേര് വിളിച്ചപ്പോ താൻ എന്താന്ന് ചോദിച്ചില്ലേ? വളരെ വേണ്ടപ്പെട്ട ആളുകൾ സംസാരിക്കുന്ന പോലെ തോന്നിപ്പോയി. എന്താ വിളിച്ചേ? അത് കൃഷ്ണ, അന്ന് ഫാം ഹൗസിനെ കുറിച്ച് ചില ഐഡിയകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ ഐഡിയാസ് അല്ല, ഇതിനു മുൻപ് ആളുകൾ പറഞ്ഞതാണെന്ന്. ഓക്കെ, അതിൽ തർക്കമൊന്നുമില്ല. ആ ഐഡിയാസ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. കൃഷ്ണയ്ക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ആ, എന്താ? അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരാൻ പറ്റുമോ? അത് പിന്നെ അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. അല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ചെയ്യാം. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സുഖമല്ലേ തനിക്ക്? സുഖാണ്. ആയിരിക്കും. തന്നെ പോലെ ഒരാള് എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതെന്താ അങ്ങനെ? അതങ്ങനെയാടോ. മനസ്സിൽ സന്തോഷമുള്ളവരുടെ സംസാരം കേട്ട് എനിക്കറിയാം. സാറിന് സന്തോഷാണോ അതോ എന്തെങ്കിലും വിഷമമുണ്ടോ? എന്റെ ശബ്ദം കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ഇനി വിളിക്കുമ്പോൾ താൻ പറയണം. ഓക്കെ കൃഷ്ണ? ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർത്ത് വെക്കുകയില്ല, എന്നിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങ് പോന്നോളും. ഫാം ടൂറിസത്തെ കുറിച്ച് ഒരു ദിവസം സംസാരിച്ചപ്പോ ഞാനെന്തോ പറഞ്ഞു. ഇപ്പോഴിതാ വിളിക്കണു, അതങ്ങ് റെക്കോർഡ് ചെയ്ത് അയക്കാൻ. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.